ശ്രീശാന്തിനെതിരെ BCCI ഏർപ്പെടുത്തിയ ആജീവനാന്ത വിലക്ക് ഹൈക്കോടതി റദ്ദാക്കി. ശ്രീശാന്ത് സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. ഒത്തുകളി ആരോപണത്തെ തുടർന്നാണ് ശ്രീശാന്തിന് BCCI വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. BCCIയുടെ നടപടി സ്വാഭാവിക നീതിയുടെ ലംഘനമാണ് എന്ന് കോടതി വിധിന്യായത്തിൽ പറഞ്ഞു. ഒത്തുകളിക്കേസിൽ പട്യാല കുറ്റവിമുക്തനാക്കിയെങ്കിലും ആജീവനാന്ത വിലക്ക് നീക്കാൻ BCCI തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലായിരുന്നു ശ്രീശാന്ത് കോടതിയെ സമീപിച്ചത്. ശ്രീശാന്തിന്റെ ഹർജിയിൽ വിശദമായ വാദം കേട്ട കോടതി വിലക്ക് റദ്ദാക്കി ഉത്തരവിടുകയായിരുന്നു. BCCIയുടെ നടപടി സ്വാഭാവിക നീതിയുടെ ലംഘനമാണെന്ന് കോടതി വിലയിരുത്തി. ക്രിമിനൽ കേസിൽ കുറ്റവിമുക്തനാക്കിയ കാര്യം BCCI കണക്കിലെടുക്കേണ്ടിയിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അച്ചടക്ക സമിതി കണക്കിലെടുത്ത തെളിവുകൾക്ക് നിലനിൽപ്പില്ലെന്ന് കോടതി പറഞ്ഞു. ക്രിക്കറ്റർ ജിജു ജനാർദ്ദനും ശ്രീശാന്തും തമ്മിലുള്ള സംഭാഷണം വിശ്വസനീയമല്ല. BCCI സുതാര്യമായി പ്രവർത്തിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. സ്കോട്ടിഷ് ലീഗിൽ കളിക്കാൻ അവസരം ലഭിച്ചുവെന്നും BCCIയുടെ ആജീവനാന്ത വിലക്ക് മൂലം ഈ അവസരം നഷ്ടപ്പെടുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ശ്രീശാന്ത് കോടതിയെ സമീപിച്ചത്. തന്നെ കുറ്റവിമുക്തനാക്കിയ പട്യാല കോടതി വിധി കണക്കിലെടുക്കാതെയാണ് BCCIയുടെ നടപടിയെന്നായിരുന്നു ശ്രീശാന്തിന്റെ പ്രധാന വാദം. ശ്രീശാന്തിന്റെ വിലക്ക് നീക്കാനാവില്ലെന്ന് വാദത്തിനിടെ BCCI ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. 37 പേജുള്ള വിധിന്യായത്തിൽ BCCIയുടെ ഈ വാദം ഹൈക്കോടതി പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോടതി വിധിയിൽ സന്തോഷമെന്ന് ശ്രീശാന്ത്. താൻ ഇനിയും കളിക്കളത്തിലേക്ക് തിരിച്ചുവരും. ഒപ്പം നിന്നവർക്കെല്ലാം നന്ദി പറയുന്നുവെന്നും ശ്രീശാന്ത് പീപ്പിൾ TVയോട് പറഞ്ഞു. പെർഫോമൻസ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചെറുപ്പം മുതൽ പഠിച്ചിട്ടുള്ള കാര്യം എന്റെ വീട്ടിലാണെങ്കിലും പെർഫോമൻസ് ആണ് ഇമ്പോർട്ടന്റ്. അത് അണ്ടർ 13 മുതലാണെങ്കിലും എനിക്ക് സ്റ്റേജിലൊന്നും കളിക്കാൻ പറ്റിയിരുന്നില്ല. കുറെ അധികം പെർഫോമൻസ് ചെയ്തതിനു ശേഷമാണ് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് വന്നത്. അപ്പം വീണ്ടും അതുപോലെ തന്നെ നല്ലോണം പെർഫോം ചെയ്ത് ടീമിൽ തിരിച്ചു വരാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എല്ലാവരും അവരവരുടെ രീതിയിലാണ് സഹായിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു പവർഫുൾ അസോസിയേഷൻ ആയിരുന്നു. അപ്പം എന്തായാലും സഹായിച്ചവരോടും കുറെ ആളുകൾ തന്നെ ഈ അവസരത്തിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പബ്ലിക്കായിട്ട് അവർക്കും വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ആരോടും എനിക്കൊരു വിശ്വാസമില്ല. കാരണം അതിന്റെ കാരണങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് അതെല്ലാം ക്ലിയർ ആയിരിക്കുകയാണ്. അപ്പം വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഫ്യൂച്ചറിലോട്ട് വീണ്ടും ആ പഴയ ഫാസ്റ്റ് ബോളർ ശ്രീശാന്ത് വീണ്ടും കളിക്കളത്തിൽ കളിക്കുമ്പോൾ അതുപോലെ സപ്പോർട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പീഡിപ്പിച്ച കേസിൽ കോവളം MLA വിൻസെന്റിന് ജാമ്യമില്ല. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. ഉന്നത സ്വാധീനമുള്ള പ്രതിക്കിപ്പോൾ ജാമ്യം അനുവദിച്ചാൽ കേസ് തന്നെ അട്ടിമറിച്ചേക്കുമെന്ന പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചാണ് വിൻസെന്റ് MLAയുടെ ജാമ്യം തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നിഷേധിച്ചത്. കേസിലെ പരാതിക്കാരിക്ക് നേരെ വിൻസെന്റിന്റെ അനുയായികളായ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ കയ്യേറ്റ ശ്രമത്തെ കോടതി ഗൗരവമായിട്ടാണ് കണ്ടത്. ഒപ്പം പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താത്തതിനാൽ വിൻസെന്റിന് ജാമ്യം നൽകിയാൽ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തുമെന്ന് കോടതി നിരീക്ഷിച്ചു. മുമ്പ് പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി നൽകിയ ഒരു വികാരിയും കന്യാസ്ത്രീയും മൊഴി മാറ്റിയത് പ്രതിയുടെ സ്വാധീനം മൂലമാണെന്ന പോലീസ് വാദം കോടതി അംഗീകരിച്ചു. ഇരുവരും മുമ്പ് പോലീസിന് നൽകിയ മൊഴിയുടെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമായിരുന്നു കോടതിയുടെ നടപടി. ഈ സാഹചര്യങ്ങളാകെ പരിശോധിച്ച ശേഷമായിരുന്നു വിൻസെന്റിന്റെ ജാമ്യം കോടതി നിഷേധിച്ചത്. വിൻസെന്റിന് ജാമ്യം നിഷേധിച്ചത് കോൺഗ്രസിന് തിരിച്ചടിയായി. ജാമ്യത്തിനായി ഒരിക്കൽ കൂടി സെഷൻസ് കോടതിയെ സമീപിക്കണോ അതോ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കണമോ എന്ന പ്രതിഭാഗം ഉടൻ തീരുമാനമെടുത്തേക്കും. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. മെഡിക്കൽ കോളേജ് കോഴ അഴിമതി അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഹാജരായി മൊഴി നൽകാൻ കുമ്മനം രാജശേഖരന് വിജിലൻസിന്റെ നോട്ടീസ്. കോഴയിലെ ഇടനിലക്കാരനായ സതീഷ് നായരോടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം എന്നും വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം 2 ദിവസം കഴിഞ്ഞേ തനിക്ക് ഹാജരാകാൻ സാധിക്കൂവെന്ന് കുമ്മനം വിജിലൻസിനെ അറിയിച്ചു. എന്നാൽ നോട്ടീസ് കൈപ്പറ്റിയ BJP നേതാക്കളായ KP ശ്രീശനും AK നസീറും നാളെ വിജിലൻസിന് മുന്നിൽ മൊഴി നൽകാനെത്തും. കോഴിക്കോട് മുക്കത്ത് മദ്രസ വിദ്യാർത്ഥിയായ 14-കാരന് ക്രൂരപീഡനം. കുവത്തൂർ ഇസ്ലാം പള്ളി മദ്രസയിൽ താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥി കൊല്ലം സ്വദേശി റാഷിദാണ് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത്. പീഡന വിവരം അറിഞ്ഞ നാട്ടുകാരാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. മുക്കത്തെ കൂവത്തൂർ ഇസ്ലാം പള്ളി ദർസയിൽ താമസിച്ചു പഠിക്കുന്ന 14-കാരനെയാണ് സീനിയർ വിദ്യാർത്ഥി ക്രൂരമായ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. കുട്ടിയുടെ ജനനേന്ദ്രിയത്തിലും രഹസ്യഭാഗങ്ങളിലും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. കുട്ടി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദർസിലെ മുതിർന്ന വിദ്യാർത്ഥിയായ കൊല്ലം സ്വദേശി റാഷിദാണ് പീഡിപ്പിച്ചതെന്ന് കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. പീഡന വിവരം പുറത്തറിയിക്കാതെ പള്ളിയിലെ ഉസ്താദ് സംഭവ ദിവസം കുട്ടിയെ നാട്ടിലേക്ക് പറഞ്ഞുവിടുകയായിരുന്നു. ഇന്നലെ കുട്ടിയുടെ മാതാവ് വീണ്ടും ദർസിലേക്ക് കൊണ്ടുവിടാൻ പോകുന്നതിനിടെ കുട്ടിക്ക് ഗുരുതര പരിക്കേറ്റ കാര്യം അറിഞ്ഞ കുന്നമംഗലത്തെ ഓട്ടോ ഡ്രൈവർമാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്.
ഇന്നലെ അവനെ ദർസിലേക്ക് കൊണ്ടുപോയാക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ഉമ്മ നോക്കുന്ന സമയത്താണ് ഞാൻ പോയില്ല, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് വൈകിട്ട് നമ്മൾ ഓട്ടോയിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ഡോക്ടർമാർ ഇതിൻ്റെ ഗൗരവം അറിഞ്ഞിട്ട് അവരാണ് പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് FIR ഇടുകയും ചെയ്തത്. പീഡിപ്പിച്ച റാഷിദിനെതിരെയും വിവരം മറച്ചുവെച്ച പള്ളിയിലെ ഉസ്താദിനെതിരെയും മുക്കം പോലീസ് പോക്സോ നിയമപ്രകാരം കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മെഡിക്കൽ കോളേജിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ BJP തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. ഇതിൽ കൃത്യമായ നടപടി സർക്കാർ സ്വീകരിച്ചു. BJPയുടെ മെഡിക്കൽ കോളേജിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ നിലവിൽ കോഴയിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നതായും ദേശീയ ഏജൻസിയുടെ അന്വേഷണം വേണോ എന്നത് അന്വേഷണ ഘട്ടത്തിൽ തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. 14ാം കേരള നിയമസഭയുടെ 7ാം സമ്മേളനം ആരംഭിച്ചത് തന്നെ BJPയുടെ മെഡിക്കൽ കോഴ അഴിമതി ഉന്നയിച്ചാണ്. മെഡിക്കൽ കോളേജിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ BJP തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നുവെന്ന നിർണായക വിവരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയെ അറിയിച്ചു. ഇതിൽ കൃത്യമായ നടപടി സ്വീകരിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ BJPക്കെതിരെ ഉയർന്നു വന്നപ്പോൾ വല്ലാത്ത ബഹുജന ശ്രദ്ധ ആ കാര്യങ്ങളിൽ ഉയർന്നു വരികയുണ്ടായി. ഈ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് ചില നടപടികൾ, തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കാനിടയുണ്ട് എന്നത് നമ്മുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യമാണ്. ഇൻ്റലിജൻസ് അതുമായി ബന്ധപ്പെട്ട ചില കരുതൽ നടപടികളും സ്വീകരിച്ചിരുന്നു. മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷം സഭയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ നിലവിൽ കോഴയിൽ വിജിലൻസ് അന്വേഷണം നടന്നുവരുന്നതായും അന്വേഷണത്തിന്റെ തുടർഘട്ടത്തിൽ ഇത് ദേശീയ ഏജൻസിയെ ഏൽപ്പിക്കണമോ എന്നത് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. BJPയുടെ പാർട്ടി അന്വേഷണ റിപ്പോർട്ടും നിലവിലെ വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. ആരൊക്കെ കോഴയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. BJP നേതാക്കൾ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയ സംഭവത്തിൽ പരാതി ലഭിച്ചാൽ അന്വേഷിക്കും. ഒപ്പം അടുത്ത കാലത്തായി BJP നേതാക്കൾക്കുണ്ടായിട്ടുള്ള സാമ്പത്തിക വളർച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന M. സ്വരാജിന്റെ ചോദ്യത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. നിയമസഭയിൽ നിന്നും S. ഷീജ. ആക്രമണ സംഭവങ്ങളിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നും ക്രമസമാധാന പാലനത്തിൽ കേരളം മുന്നിലാണ് എന്നും മുഖ്യമന്ത്രി. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ പ്രതിഷേധ ശബ്ദമുഖരിതമായിരുന്നു സഭ. കേരളത്തിലെ ക്രമസമാധാന തകർച്ചയും രാഷ്ട്രീയ കൊലപാതക വിഷയവും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും K. മുരളീധരനാണ് പ്രമേയാനുമതി തേടിയത്. കേരളത്തിലെ BJPയെ അഴിമതിയിൽ നിന്നും രക്ഷിക്കാനുള്ള CPIM ശ്രമമാണ് അക്രമത്തിന് പിന്നിലെന്ന് മുരളീധരൻ ആക്ഷേപിച്ചു. അക്രമം തടയുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും മുരളീധരൻ ആരോപിച്ചു. രാഷ്ട്രീയത്തിന്റെ പേരിൽ കൊലപാതകം നടത്താനും ഒരു പണിയുമില്ലാത്ത കേന്ദ്രമന്ത്രിമാർക്ക് ഇവിടെ നിരങ്ങാനുമുള്ള അവസരമാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നതെന്നും മുരളി പറഞ്ഞു. എന്നാൽ അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനം സംഘർഷഭൂമിയാണെന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിത ശ്രമം നടക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ പ്രമേയത്തിനുള്ള അനുമതി നിഷേധിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് മുമ്പ് O. രാജഗോപാലിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ അവസരം നൽകിയത് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടി കുറ്റസമ്മതത്തിന് തുല്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പരിഹസിച്ചു. BJPയും CPIMും പരസ്പരം പാലൂട്ടുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നാക്ഷേപിച്ച് O. രാജഗോപാൽ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. RSS നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്ക് കേരളത്തിന്റെ മറുപടി. ദേശീയ മാധ്യമങ്ങളുടെ ദില്ലി എഡിഷനിൽ നൽകിയ പരസ്യത്തിലൂടെയാണ് കേരളം വാദമുഖങ്ങൾ നിരത്തുന്നത്. കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് എന്ന ഉന്നതരുടെ സാക്ഷ്യവും പരസ്യത്തിലൂടെ കേരളം മുന്നോട്ട് വയ്ക്കുന്നു. ദില്ലിയിൽ വാർത്താസമ്മേളനം വിളിച്ചും കേന്ദ്രമന്ത്രിമാരെ നിരത്തിയും കേരളത്തിനെതിരെ RSS നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കാണ് കണക്കുകളോടെ സംസ്ഥാനം മറുപടി നൽകുന്നത്. രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യമാക്കി സംസ്ഥാനത്തെ അവഹേളിക്കുന്നതിനെതിരെ മലയാളികൾക്കിടയിൽ പൊതുവികാരം ശക്തമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ദേശീയ മാധ്യമങ്ങളുടെ കേരളത്തിന്റെ മറുപടി. RSS ജോയിന്റ് സെക്രട്ടറി ദത്താത്രേയ ഹൊസബാള കള്ളക്കണക്കുകൾ നിരത്തിയതിനു പിന്നാലെ ധനകാര്യമന്ത്രി കൂടിയായ BJP നേതാവ് അരുൺ ജെയ്റ്റ്ലി തിരുവനന്തപുരത്തെത്തി അടിസ്ഥാനരഹിതമായ പ്രചാരണങ്ങൾക്ക് വേഗത കൂട്ടി. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാൻ രാഷ്ട്രപതി ഭരണം വേണമെന്ന ഗൂഢലക്ഷ്യം കൂടി മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ടതാണ് കേരളത്തിന്റെ ക്രമസമാധാന പാലനം, സാമൂഹ്യ ആരോഗ്യ മേഖലകളെന്നും സെൻസസ് ഓഫ് ഇന്ത്യ, ദേശീയ ഹെൽത്ത് സർവേയുടെ കണക്കുകൾ എന്നിവ ഉദ്ധരിച്ച് കേരളം ചൂണ്ടിക്കാട്ടുന്നു. വിവിധ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ അക്കമിട്ട് പരസ്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പാർലമെന്റ് സമ്മേളിക്കുന്നതിനാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള MP മാർ ദില്ലിയിലുണ്ട്.
ഇവർക്കും കേരളത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പരസ്യം സഹായിക്കും. ജനാധിപത്യ മാർഗത്തിലൂടെ സംസ്ഥാനത്ത് ഭരണം പിടിച്ചെടുക്കാനാകില്ല എന്ന് വ്യക്തമായതോടെയാണ് സംഘപരിവാർ വ്യാജ പ്രചാരണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. ഇത് രാജ്യത്തെ ബോധ്യപ്പെടുത്താൻ പരസ്യത്തിലൂടെ കഴിയും. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നേട്ടങ്ങളാണ് കേരളം കൈവരിച്ചിരിക്കുന്നത് എന്നതിനുള്ള തെളിവുകൾ നിരത്തിയാണ് സംസ്ഥാന സർക്കാർ പ്രമുഖ ദേശീയ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയത്. ക്രമസമാധാന പാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, മാനവ വികസന സൂചിക തുടങ്ങി എല്ലാ മേഖലകളിലും കേരളം ഒന്നാം സ്ഥാനത്താണ് എന്ന് പരസ്യം ചൂണ്ടിക്കാട്ടുന്നു. സംഘ് പരിവാർ സംഘടനകൾ കേരളത്തിനെതിരെ നടത്തുന്ന ദുഷ്പ്രചരണങ്ങളെ തുറന്നുകാട്ടുന്നതാണ് പരസ്യത്തിലെ ഈ വസ്തുതകൾ. കേരളത്തിനെതിരെ RSS BJP നേതൃത്വം നടത്തുന്ന വ്യാജ പ്രചരണങ്ങളെ പൊളിച്ചെടുക്കുന്നതാണ് സംസ്ഥാനം ഇന്ന് ദേശീയ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയ വസ്തുതകൾ. വിവിധ സർക്കാരിതര സംഘടനകൾ നടത്തിയ പഠനങ്ങളിലും സർവേകളിലും കേരളം മുന്നിലെത്തിയതിന്റെ കണക്കുകൾ സംസ്ഥാനം അക്കമിട്ട് നിരത്തുന്നു. ഇന്ത്യ ടുഡേ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലുമായി നടത്തിയ പഠനത്തിൽ കുറ്റകൃത്യ നിരക്ക് ഏറ്റവും കുറഞ്ഞതും ക്രമസമാധാന പാലനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതുമായ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് കേരളത്തെ. വർഗീയ സംഘർഷങ്ങൾ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനവും കേരളം തന്നെ. 2017 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് അനുസരിച്ച് ഭരണനിർവഹണത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കേരളം. ഈ വർഷത്തെ CMS ഇന്ത്യൻ കറപ്ഷൻ സ്റ്റഡി പ്രകാരം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. മാനവ വികസന സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം ഐക്യരാഷ്ട്ര സംഘടന നിലവാരത്തിനൊപ്പം. ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും കുറഞ്ഞ സംസ്ഥാനവും കേരളം തന്നെ. രാജ്യത്ത് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ സ്ത്രീ ബിരുദധാരികളുള്ള സംസ്ഥാനം. ആളോഹരി വരുമാനത്തിൽ ഒന്നാം സ്ഥാനത്ത്. ഇന്ത്യ ടുഡേ സർവേ പ്രകാരം ജീവിക്കാൻ ഏറ്റവും സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ സംസ്ഥാനം. ഇങ്ങനെ പോകുന്നു കേരളത്തിന്റെ നേട്ടങ്ങൾ. രാജ്യതലസ്ഥാനമായ ദില്ലിയെപ്പോലും പിന്തള്ളി വേഗത്തിൽ വളരുന്ന നഗരമായി കൊച്ചി മാറിയെന്ന ADB പഠന റിപ്പോർട്ടും കേരളം ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ അർത്ഥത്തിലും കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെന്നതിന്റെ തെളിവുകളാണ് ദേശീയ മാധ്യമങ്ങളിൽ നൽകിയ പരസ്യത്തിലൂടെ സംസ്ഥാനം രാജ്യത്തിനു മുമ്പാകെ അവതരിപ്പിച്ചത്. വിവിധ മാധ്യമങ്ങളിലൂടെ സംഘപരിവാർ നേതാക്കൾ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളെ നിലംപരിശാക്കുന്നു എന്ന് മാത്രമല്ല, ലോകം മുഴുവനുള്ള മലയാളികൾക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാനുള്ള വകയാണ് സംസ്ഥാനം ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ നൽകിയ പരസ്യത്തിലൂടെ അക്കമിട്ട് നിരത്തുന്നത്. ദില്ലിയിൽ നിന്നും M സന്തോഷ്. കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ കേരള സന്ദർശനം BJPയെ കോഴക്കുരുക്കിൽ നിന്ന് രക്ഷിക്കാനാണ് എന്ന് KPCC പ്രസിഡന്റ് MM ഹസൻ. കൊല്ലപ്പെട്ട വ്യോമസേനാ ഭടന്റെ വീട് പോലും അരുൺ ജെയ്റ്റ്ലി സന്ദർശിക്കാതിരുന്നത് അതുകൊണ്ടാണ്. തിരുവനന്തപുരത്തെ കൊലപാതകം BJPയെ സഹായിക്കാൻ CPIM ആസൂത്രിതമായി നടത്തിയതാണ് എന്നും MM ഹസൻ മലപ്പുറത്ത് പറഞ്ഞു. വ്യോമസേന ഭടന്റെ വീട്ടിൽ പോയില്ല. കേന്ദ്രമന്ത്രി ഒരു RSSകാരൻ മരിച്ചിടത്ത് പോകുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ മന്ത്രിയല്ലേ, രാജ്യത്തിന്റെ മന്ത്രിയല്ലേ, ഒരു വ്യോമസേന ഡിഫൻസ് മിനിസ്റ്ററാണ്. വ്യോമസേനയിലെ ഒരു ഭടൻ തിരുവനന്തപുരത്ത് തൊട്ടടുത്താണ്, അവിടെ പോയില്ല. അപ്പോൾ മന്ത്രിയും കേന്ദ്രമന്ത്രിയുടെ ഈ സന്ദർശനം തന്നെ ഈ കൊലപാതകത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ച് ഈ അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു തന്ത്രം കൂടിയായിരുന്നു അത്. പേയാട് BJP പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ഉഗ്രസ്ഫോടന ശേഷിയുള്ള 4 നാടൻ ബോംബ് പിടികൂടി. അരുൺലാൽ എന്ന BJP പ്രവർത്തകനെ മലയൻകീഴ് പോലീസ് തിരയുന്നു. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കേസെടുത്തു. പോലീസ് തിരയുന്ന അരുൺ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. നേരത്തെ BJP CPIM സംഘർഷത്തിൽ CPIMന്റെ പേയാട് ലോക്കൽ കമ്മിറ്റി ഓഫീസ് തകർക്കപ്പെട്ടിരുന്നു. കോട്ടയം ഭാരത് ആശുപത്രിയിലെ നഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക്. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച സേവന വേതന വ്യവസ്ഥകൾ നടപ്പാക്കുക, പ്രതികാര നടപടിയായി മാനേജ്മെന്റ് പിരിച്ചുവിട്ട 9 നഴ്സുമാരെ തിരിച്ചെടുക്കുക എന്നതാണ് ആവശ്യങ്ങൾ. നഴ്സസ് സമരം ഒത്തുതീർപ്പാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച സേവന വേതന വ്യവസ്ഥകൾ നടപ്പാക്കാൻ തയ്യാറാകാത്ത ആശുപത്രി മാനേജ്മെന്റ് സമരത്തിൽ പങ്കെടുത്തവരോട് പ്രതികാര നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതുവരെ 9 നഴ്സുമാരെ കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ പിരിച്ചുവിട്ടു. ഇവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ലേബർ ഓഫീസിൽ നടന്ന ചർച്ച മാനേജ്മെന്റ് ബഹിഷ്കരിച്ചു. ഈ സാഹചര്യത്തിലാണ് 100ഓളം നഴ്സുമാർ സമരത്തിനിറങ്ങിയത്. മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് 9 നഴ്സുമാരെ പുറത്താക്കിയ ഭാരത് മാനേജ്മെന്റ് ധിക്കാരപരമായ നടപടിക്കെതിരെയാണ് ഞങ്ങൾ സമരം തുടങ്ങുന്നത്. ഈ 9 പേരെ പിരിച്ചുവിട്ടതിന് കാരണം പോലും അവർക്ക് ബോധിപ്പിക്കാനില്ല. ലേബർ ഓഫീസിൽ വിളിച്ച ചർച്ചയിൽ അവർക്ക് ഒന്നും പറയാനില്ല. ഇവിടുത്തെ ജില്ലാ ലേബർ ഓഫീസിൽ വിളിച്ചു, അതുപോലെ തന്നെ റീജിയണൽ ജോയിന്റ് ലേബർ ഓഫീസിലും അവരുടെ ചർച്ചയ്ക്ക് ഭാഗത്ത് മാനേജ്മെന്റിന്റെ പ്രതിനിധികളായി 2 പേരെ വിടുന്നതല്ലാതെ അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പരിചിതമല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകളിലേക്കും നഴ്സുമാരെ ജോലിക്കായി നിയോഗിക്കുന്നതും ഇവിടെ പതിവാണെന്നും നഴ്സുമാർ ആരോപിക്കുന്നു. നഴ്സുമാർ സ്ഥിരമായി ഓരോ ഡിപ്പാർട്ട്മെന്റാണ്, അതായത് ഡയാലിസിസ് സ്പെഷ്യലൈസ് ചെയ്യും, അല്ലെങ്കിൽ കാർഡിയോളജി സ്പെഷ്യലൈസ് ചെയ്യും. അങ്ങനെയുള്ള നഴ്സുമാരെ കൊണ്ട് കുട്ടികളുടെ വാർഡിലേക്ക് വിടും. കുട്ടികളുടെ വാർഡ് സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരെ കൊണ്ട് കാർഡിയോളജി ഇടും. അതായത് അവരെ കൊണ്ട് എങ്ങനെയും ഇവിടെ മിസ്റ്റേക്ക് ഉണ്ടാക്കിച്ച് ഒരു കംപ്ലൈന്റ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇവിടുത്തെ ഇവരുടെ ലക്ഷ്യം. ആവശ്യങ്ങൾ ആശുപത്രി മാനേജ്മെന്റ് അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് നഴ്സുമാരുടെ തീരുമാനം.
അതേസമയം സേവനവേതന വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്നും മറിച്ചുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. 65ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പരിശീലനം അവസാന ഘട്ടത്തിലാണ്. മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ അവസാനഘട്ട പരിശീലനം ട്രാക്കിൽ പുരോഗമിക്കുന്നു. ഷാജഹാൻ ചേരുന്നു. ഷാജി, മറ്റു വിവരങ്ങൾ കൂടി. അരുണെ, ഇത്തവണ നെഹ്റു ട്രോഫി വേദി ഒരുങ്ങുന്നത് 65ാമത് നെഹ്റു ട്രോഫി മത്സരത്തിൽ ഇത്തവണ 78 വള്ളങ്ങളാണ് മൊത്തത്തിൽ പങ്കെടുക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങൾ മൊത്തം 20 എണ്ണമാണ് പങ്കെടുക്കുന്നത്. 20 വള്ളങ്ങളും ട്രോഫി കരസ്ഥമാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തവണ പുന്നമടക്കായലിൽ എത്തുന്നത്. വളരെ വാശിയേറിയ ഒരു മത്സരത്തിനാണ്. കാസർഗോഡ് പാണത്തൂരിൽ കാണാതായ 4 വയസ്സുകാരി സനയുടെ തിരോധാനം പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. വെള്ളരിക്കുണ്ട് CIയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഓഗസ്റ്റ് 3 മുതലാണ് കുട്ടിയെ കാണാതായത്. സണ്ണി ജോസഫ് വിവരങ്ങൾ നൽകും. സണ്ണി, മറ്റു വിവരങ്ങൾ കൂടി. കഴിഞ്ഞ മാസം ഈ ആഗസ്റ്റ് മാസം 3-ാം തീയതിയാണ് സന ഫാത്തിമയെ വീട്ടിനടുത്ത് നിന്ന് കാണാതായത്. കുട്ടി അംഗൻവാടിയിൽ പഠിക്കുകയായിരുന്നു. വൈകുന്നേരം അംഗൻവാടി വിട്ട് വന്ന് വീട്ടിലുണ്ടായിരുന്ന കുട്ടി പെട്ടെന്ന് സമീപത്ത് ഉള്ള ഓടയിലൂടെ ഒലിച്ചുപോയി എന്ന നിലയിലായിരുന്നു ആദ്യ നിഗമനം. കുട്ടിയുടെ കുട സമീപത്ത് തന്നെ കണ്ടെത്തിയിരുന്നു, ഓടയിൽ കണ്ടെത്തിയിരുന്നു. ഇതാണ് കുട്ടി വെള്ളത്തിൽ ഒലിച്ചു പോകാനുള്ള സാധ്യതയായി നാട്ടുകാർ വിലയിരുത്തിയിരുന്നത്. അപ്പോൾ തന്നെ നാട്ടുകാരും പിന്നീട് രാജപുരം പോലീസും കുറ്റിക്കോളിൽ നിന്നെത്തിയ ഫയർഫോഴ്സും എല്ലാം ചേർന്ന് രാത്രി വൈകുവോളം തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. തൊട്ട് 100 മീറ്റർ അകലെയാണ് ചന്ദ്രഗിരി പുഴ ഒഴുകുന്നത്. കുട്ടി പുഴയിലേക്ക് പോയിരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു. തുടർന്നുള്ള 3-4 ദിവസമായി, ഇന്ന് 5-ാം ദിവസമാണ്. 5 ദിവസമായിട്ടും കുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും ലഭ്യമായില്ല. ഇതിനിടെ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചത് കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി ഇരിക്കുകയോ അപായപ്പെടുത്തുകയോ ചെയ്തിരിക്കാം എന്നൊരു ആശങ്ക ഉയർന്നു വന്നു. ഇതേ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി KG സൈമൺ പ്രത്യേക പോലീസ് സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിച്ചു. വെള്ളരിക്കുണ്ട് CI സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ വിധത്തിലുള്ള സാധ്യതകളും, കുട്ടി ഏത് തരത്തിലാണ് മിസ്സിംഗ് ആയിരിക്കുന്നത്, കുട്ടിയുടെ തിരോധാനത്തെ കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള അന്വേഷണം നടക്കും. ജില്ലാ കളക്ടർ ജീവൻ ബാബുവും ജില്ലാ പോലീസ് മേധാവി KG സൈമണും ഇന്ന് P കരുണാകരൻ MP സ്ഥലം സന്ദർശിച്ചു. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം P കരുണാകരൻ MP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും തീരദേശ സേനയുടെ നേതൃത്വത്തിൽ ചന്ദ്രഗിരി പുഴയിൽ തെരച്ചിൽ തുടരുകയാണ്. ഒരു വ്യക്തമായ ധാരണയിലേക്ക് എത്തുവാൻ, കുട്ടി എങ്ങനെയാണ് കാണാതായത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു നിഗമനത്തിലേക്ക് എത്തുവാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ളത്. അരുൺ. സണ്ണി ജോസഫ്, കാസർഗോഡ് നിന്ന്. കൊല്ലത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവാവിന് ചികിത്സ നിഷേധിച്ച് യുവാവ് മരിക്കാനിടയായ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ചികിത്സ നിഷേധിച്ച മുഴുവൻ ആശുപത്രികൾക്കെതിരെയും നടപടിയുണ്ടാകുമെന്ന് IG മനോജ് എബ്രഹാം അറിയിച്ചു. ഇന്നലെ രാത്രിയാണ് കൂട്ടിക്കടയിൽ വെച്ച് അപകടമുണ്ടാവുന്നത്. ചാത്തന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെന്റിലേറ്റർ സൌകര്യമില്ലാത്തതിനാൽ ട്രാക്കിനെ വിവരം അറിയിച്ചു. ട്രാക്ക് പ്രവർത്തകരെത്തി മെഡിസിറ്റി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ചികിത്സ നൽകിയില്ലെന്ന് പറയുന്നു. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ വെന്റിലേറ്റർ ഒഴിവില്ലെന്ന കാരണം പറഞ്ഞ് അവിടെയും ചികിത്സ നിഷേധിച്ചതായി ട്രാക്ക് പ്രവർത്തകർ ആരോപിക്കുന്നു. തിരുവനന്തപുരത്തെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലും സമാന അനുഭവം ഉണ്ടായതായും അവർ പറഞ്ഞു. തുടർന്ന് പരിക്കേറ്റ മുരുകനുമായി ആംബുലൻസ് ചാത്തന്നൂർ പോലീസിന്റെ സഹായത്തോടെ അസീസിയ മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും ന്യൂറോ സർജൻ ഇല്ലെന്ന കാരണത്താൽ ചികിത്സ നിഷേധിച്ചതായി പറയുന്നു. തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്കേറ്റ മുരുകന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ കൊട്ടിയം CIയുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചികിത്സ നൽകാൻ തയ്യാറാകാത്ത എല്ലാ സ്വകാര്യ ആശുപത്രികൾക്കെതിരെയും നടപടിയുണ്ടാവുമെന്ന് IG മനോജ് എബ്രഹാം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകിയും പട്ടാളത്തിൽ ജോലി വാഗ്ദാനം ചെയ്തും തട്ടിപ്പ് നടത്തിയ 3 യുവാക്കളെ തിരുവനന്തപുരത്ത് പിടികൂടി. ഇവരിൽ നിന്ന് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കാനുള്ള ഉപകരണങ്ങളും പോലീസ് പിടികൂടിയിട്ടുണ്ട്. സമാനമായ നിരവധി തട്ടിപ്പുകൾ ഇവർ നടത്തിയതായി പോലീസിനോട് സമ്മതിച്ചു. പട്ടാളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് കൊല്ലം സ്വദേശികളായ 30ഓളം യുവാക്കളിൽ നിന്ന് വൻതുക വാങ്ങി കബളിപ്പിച്ച സംഘത്തെപ്പറ്റി തിരുവനന്തപുരം സിറ്റി പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് വൻ തട്ടിപ്പ് സംഘം അറസ്റ്റിലായത്. സനീഷ് എന്ന യുവാവ് പട്ടാള ഉദ്യോഗസ്ഥന്റെ വേഷത്തിൽ ഉദ്യോഗാർത്ഥികളെ സമീപിച്ച ശേഷമായിരുന്നു തട്ടിപ്പ് നടത്തിയത്. വ്യാജരേഖകൾ കാണിച്ചായിരുന്നു ഉദ്യോഗാർത്ഥികളിൽ വിശ്വാസം സമ്പാദിച്ചത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധരായ കമലേഷ്, ഹരി എന്നിവരുടെ സഹായത്തോടെയാണ് സനീഷ് തട്ടിപ്പ് നടത്തിയത്. ഇവരിൽ നിന്ന് SSLC, കേരള MG, അണ്ണാമലൈ യൂണിവേഴ്സിറ്റികളുടെ
വ്യാജ സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിയൽ രേഖകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രിന്റർ, കമ്പ്യൂട്ടർ, ലാമിനേഷൻ മെഷീൻ എന്നിവയും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ വട്ടിയൂർക്കാവ്, കൊല്ലം, ഇരവിപുരം സ്റ്റേഷനുകളിലായി 20ഓളം ക്രിമിനൽ കേസുകളുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് വിദേശത്ത് ജോലി വാങ്ങി നൽകിയതായി പ്രതികൾ സമ്മതിച്ചു. സമാനമായ തട്ടിപ്പുകൾ ഇവർ പല സ്ഥലത്തും നടത്തിയതായാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ഷാഡോ സംഘമാണ് പ്രതികളെ വലയിലാക്കിയത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോളറ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ കോഴിക്കോട് മാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസ സ്ഥലം ഒഴിഞ്ഞു. വൃത്തിഹീനമായ ചുറ്റുപാടിൽ താമസിച്ചു വരുന്നവരെ ഒഴിപ്പിക്കാൻ സർവകക്ഷി യോഗം തീരുമാനിച്ചിരുന്നു. കുടിവെള്ളത്തിൽ വിബ്രിയോ ബാക്ടീരിയ കണ്ടെത്തിയെന്ന പരിശോധനാ ഫലം CWRDM ആരോഗ്യവകുപ്പിനും പഞ്ചായത്തിനും കൈമാറി. മാവൂർ തെങ്ങിലക്കടവിലെ വാടക കെട്ടിടങ്ങളിൽ താമസിച്ചു വരികയായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഒഴിഞ്ഞുപോയത്. വൃത്തിഹീനമായ ചുറ്റുപാടിൽ ഇവിടെ താമസിച്ചിരുന്ന 2 ബംഗാൾ സ്വദേശികൾക്ക് കഴിഞ്ഞ ദിവസം കോളറ സ്ഥിരീകരിച്ചിരുന്നു. CWRDM നടത്തിയ പരിശോധനയിൽ ഇവർ ഉപയോഗിച്ചു വന്ന കുടിവെള്ളത്തിൽ കോളറ പരത്തുന്ന വിബ്രിയോ ബാക്ടീരിയ കണ്ടെത്തുകയും ചെയ്തു. നാട്ടുകാരുടെ പ്രതിഷേധം കൂടി പരിഗണിച്ചാണ് പഞ്ചായത്ത് സർവകക്ഷി യോഗം വിളിച്ച് ഒഴിപ്പിക്കൽ നടപടി പ്രഖ്യാപിച്ചത്. അനധികൃത താമസക്കാരെയാണ് ഒഴിപ്പിക്കുകയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് C. മുനീറത്ത് പറഞ്ഞു. ഇന്നലെ തന്നെ 75% ആൾക്കാർ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അനധികൃതമായിട്ട് താമസിക്കുന്നവരെ മാത്രമാണ് ഒഴിപ്പിക്കുന്നത്. അവരിപ്പോൾ ഇന്നിപ്പോൾ സെക്രട്ടറി അങ്ങോട്ട് പോകുന്നു, അതിന്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകും. അതേസമയം വിബ്രിയോ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ ജലസ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടന്നുവരുന്നു. മാവൂർ പഞ്ചായത്തിലെ മുഴുവൻ അനധികൃത താമസക്കാരെയും ഒഴിപ്പിക്കാൻ പഞ്ചായത്തും നടപടി ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശബരിമല വിമാനത്താവളത്തിനായി കണ്ടെത്തിയ ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമി തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. TV എബ്രഹാമിന്റെ ചോദ്യത്തിന് മറുപടിയായി നിയമസഭയെ രേഖാമൂലം അറിയിച്ചതാണ് ഇത്. എന്നാൽ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു.